Welcome, my dear students. Radius of curvature ബന്ധപ്പെട്ട ഒരു പുതിയ പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So, problem is if a curve is defined by the equation x is equal to f of t and y is equal to phi of t, prove that the radius of curvature rho is equal to x dash square plus y dash square the whole raised to 3 by 2 divided by x dash y double dash minus y dash x double dash, where x dash is dx by dt, y dash is dy by dt, x double dash is d square x by dt square, y double dash is d square y by dt square. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു കേർവ് ഉണ്ട്. നമ്മുടെ കേർവ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതാണ് നമ്മുടെ കേർവ് എന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തെ that is y is equal to f of x അല്ലെങ്കിൽ സം h of x എന്നുള്ളതാണ് നമ്മുടെ കർവ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ x എന്നുള്ളതും t യെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അപ്പം y എന്നുള്ളതും ഷുവർലി t യെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ എക്സ് വൈ എന്നുള്ളത് ആണ് നമ്മുടെ കർവിന്റെ അകത്തെ ഒരു പോയിന്റ് എങ്കിൽ അവിടെ x എന്നുള്ളത് f of t ആണ്, y എന്നുള്ളത് phi of t ആണ്. എന്ന് വെച്ചാൽ എക്സും വൈയും പുതിയൊരു വേരിയബിൾ ടി എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ എക്സ്പ്രഷൻ അറിയാം. പക്ഷെ ഇവിടെ എക്സും വൈയും ഡിപ്പെൻഡ്സ് അപ്പോൺ എ തേർഡ് വേരിയബിൾ വിച്ച് ഈസ് ടി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഈ ഫോമിലാണെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So here the curve is of the form xy, where x and y depends upon another variable t. Then we have to find the radius of curvature. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് radius of curvature നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ ജഗത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആൻസറിലേക്ക് നീങ്ങുകയാണ്. ഓക്കെ, so we have dx by dt, x എന്നുള്ളത് f of t ആയതുകൊണ്ട് which is equal to f dash t എന്ന് എനിക്ക് പറയാം. കാരണം x എന്നുള്ളത് f of t ആണ്. ഇപ്പോൾ f of t dx by dt എന്ന് വെച്ചാൽ f of t യുടെ ഡെറിവേറ്റീവ് which is f dash t, അതിനെയാണ് x dash എന്ന് നമ്മൾ കൊടുക്കുന്നത്. സിമിലർലി dy by dt, ഇവിടെ y എന്നുള്ളത് phi of t ആണ്. സോ ഫൈയുടെ ഡെറിവേറ്റീവ് phi dash t which is y dash, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡെറിവേറ്റീവിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് dy by dx നെ നമുക്ക് dy by dt ഡിവൈഡഡ് ബൈ dx by dt എന്ന് എഴുതാം. ഓക്കെ, സോ dy by dt എന്നുള്ളത് phi dash t or y dash ആണ്. അപ്പം phi dash t. ഓക്കെ, dx by dt എന്നുള്ളത് f dash t, so divided by f dash t or y dash divided by x dash. അപ്പൊ dy by dt കിട്ടി. കാരണം നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടെത്തുമ്പോൾ അതിനകത്ത് എന്തായാലും dy by dx ഉണ്ട്. ഓക്കെ, ഇൻഫാക്ട് dy by dx ന്റെ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ അകത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് d square y by dx സ്ക്വയറും റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ അകത്തുണ്ട്. സോ d square y by dx square, which means d by dx of dy by dx, which is d by dx of y dash divided by x dash. ഓക്കെ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം വൈയും എക്സും ടി യെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ y ഡാഷും എക്സ് ഡാഷും ടി യെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് y ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഡാഷ് എന്നുള്ളത് ടിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനെ എക്സിൽ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിനെ ടിയിൽ ചെയ്യുന്നു, പിന്നെ ടി യെ എക്സിൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് d by dt of y dash
divided by x dash into dt by dx എന്ന രീതിയിൽ നമ്മൾ എഴുതും. ഓക്കെ, ഇനി നമുക്കറിയാം dx by dt is equal to x dash ആണെങ്കിൽ ഇതിനെ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് dt by dx. അതിന്റെ റെസിപ്രോക്കൽ ഓക്കെ, അതിന്റെ 1 ആണ്. സോ dt by dx ന് പകരം നമുക്ക് 1 x dash എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ dt by dx ന് പകരം we can substitute as 1 x dash, കാരണം dx by dt എന്നുള്ളത് x dash ആണ്. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടെത്തേണ്ട സ്റ്റേജ് വരെയായി. ഓക്കെ, സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു, ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഇതിനെ. ഓക്കെ, ഇനി ഇത് കോഷ്യന്റ് റൂൾ വെച്ച് ചെയ്താൽ മതി, കാരണം ഇത് രണ്ട് ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ കോഷ്യന്റ് റൂൾ വെച്ചിട്ട് എക്സ് ഡാഷ് ടി into derivative of d by dt of y dash, okay, minus second function y dash into d by dt of x dash whole divided by x dash the whole square into 1 by x dash. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ y dash എന്നുള്ളത് dy by dt ആണ്. സോ d by dt of y dash എന്നുള്ളത് d by dt of dy by dt, which is d square y by dt square, which is y double dash എന്നാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ തന്നെ d by dt of x dash എന്ന് പറയുന്നത് d by dt of dx by dt ആണ്, which is എന്താണ് d square x by dt square, which is x double dash എന്നാണ് നമ്മൾ കൊടുത്തത്. So we can substitute that as well. So x dash dy dash divided by dt എന്ന് വെച്ചാൽ y double dash minus ഇത് y dash dx dash by dt എന്ന് വെച്ചാൽ x double dash divided by ഇവിടെ x dash the whole square ഉണ്ട്, ഇവിടെ ഒരു 1 by x dash ഉണ്ട്. ടോട്ടൽ ഇവിടെ പവർ 2, ഇവിടെ പവർ 1, x dash ന്റെ പവർ 1. സോ ടോട്ടൽ പവർ x dash ന്റെ പവർ is 3. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവുമായി സെക്കൻഡ് ഡെറിവേറ്റീവുമായി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷനിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം rho is equal to 1 plus dy by dx the whole square the whole raised to 3 by 2 whole divided by d square y by dx square. ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് dy by dx നെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. dy by dx എന്നുള്ളത് y dash divided by x dash ആണ്. ഓക്കെ, d square y by dx square എന്നുള്ളത് x dash y double dash minus y dash x double dash divided by x dash the whole cube ആണ്. ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. സോ നമ്മൾ dy by dx ന് പകരം y dash divided by x dash എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ. So this expression becomes 1 plus y dash divided by x dash the whole square the whole raised to 3 by 2 whole divided by second derivative x dash y double dash minus y dash x double dash whole divided by x dash the whole cube. Okay, so the answer becomes ഇനി നമുക്ക് y dash square divided by x dash square എന്ന് എഴുതാം. ഓക്കെ, സ്ക്വയർ എന്നിട്ട് LCM എടുക്കുക. സോ x dash the whole square plus y dash the whole square. So numerator becomes x dash the whole square plus
y dash the whole square whole raised to 3 by 2. So LCM എടുക്കുമ്പോൾ the whole divided by x dash the whole square. So x dash the whole square the whole raised to ഇവിടെയും 3 by 2. Okay. Whole divided by x dash y double dash minus y dash x double dash whole divided by x dash the whole cube. ഇവിടെ ഈ സ്ക്വയർ ഒബ്സർവ് ചെയ്യേണ്ടത് ഈ സ്ക്വയറും ഈ 1 by 2 ക്യാൻസൽ ആയിരിക്കും കാരണം സ്ക്വയർ ദ ഹോൾ റേസ് ടു 1 by 2 എന്നുള്ളത് ക്യാൻസൽ ആയിരിക്കും സോ ദിസ് തിങ് ബിക്കംസ് ക്യാൻസൽഡ് സോ അവിടെ x dash the whole raised to 1 the whole raised to 3 വരും so x dash the whole cube എന്ന് വരും x dash the whole cube ഇവിടെയുണ്ട് അതേ x dash the whole cube ഇവിടെയുണ്ട് ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോകും ഒന്നുകൂടെ x dash the whole square the whole raised to 1 by 2 ഉണ്ട് so the 2 get cancelled so ഇവിടെ x dash the whole raised to 1 the whole cube എന്ന് വെച്ചാൽ x dash the whole cube ഇവിടെയുണ്ട് x dash the whole cube ഇവിടെയുണ്ട് so both of them get cancelled so ഈ term get cancelled with this term so the remaining term is rho should be equal to x dash the whole square plus y dash the whole square the whole raised to 3 by 2 divided by x dash y double dash minus y dash x double dash. This is the expression of radius of convergence where x and y depends upon some other variable t. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. This is the expression of radius of convergence where x depends upon some variable t and y also depends upon some variable t and x and y are mutually dependent. So we have a curve which is every point of the curve should be of the form ordered pair xy but the problem is here x depends upon t and y depends upon t. നമുക്ക് ഒരു curve ഉണ്ട് ആ കർവിന്റെ അകത്തെ എല്ലാ പോയിന്റ്സും xy എന്നുള്ള ഫോമിലാണ് സോ ഇവിടുത്തെ പ്രശ്നം ഇവിടെ x എന്നുള്ളതും y എന്നുള്ളതും t എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ എക്സ്പ്രഷൻ ഇതാണ് ഓക്കെ സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് താങ്ക് യു